ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലത്തെ കിച്ചൺ തിരക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊന്ന്. രാവിലെ എല്ലാ വീടുകളിലും നമ്മൾ സ്ത്രീകൾക്ക് ഒരു തിരക്കുള്ള ടൈമാണല്ലേ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പറയേ വേണ്ട. ഇപ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ച്. അപ്പോൾ രാവിലെയൊക്കെ അതൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഇതിൽ ഐസൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ പെട്ടെന്ന് ഈസിയാണല്ലോ. ഇന്നലെ രാത്രി അരി ഇടാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ പത്തിരിക്ക് വേണ്ടി പൊടിച്ച് വെച്ച പച്ചരി ഉണ്ടല്ലോ, ആ പൊടിയാട്ടോ, പച്ചരിയുടെ ആ പൊടിയാണ് ഞാൻ ദോശ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്. ചില സ്ഥലത്ത് ഇതിന് നീർദോശ എന്ന് പറയും. എൻ്റെ വീട്ടിലൊക്കെ അവിടെ പാണ്ടിക്കാടൊക്കെ ഇതിന് അപ്പം എന്നാണ് കേട്ടോ പറയുക. ഇവിടെ എന്നെ കല്യാണം കഴിച്ചതിൻ്റെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതിന് ദോശ എന്ന് പറയും. എൻ്റെ മോള് പിന്നെ ഇതിന് പറയുക കുത്തു ദോശ എന്നാണ്. അതിനിങ്ങനെ ഓരോ ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് അങ്ങനെ കുത്തു ദോശ എന്ന് പറയും. ഒക്കെ അത് പറഞ്ഞാലേ മനസ്സിലാവും മക്കൾക്ക്. ഇത് ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി മറ്റേ കട്ടൊന്നും ഇല്ലാതെ ലൂസാക്കിയിട്ട് ഞാൻ കലക്കിയെടുത്തതാണ്. അതിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ പാനിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ മാവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്കത് കലക്കിയിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം. വളരെ ഈസിയാണത്. നിങ്ങളൊക്കെ അവിടെ ഈ ദോശയ്ക്ക് എന്താ പേര് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. റൈസ് കുക്കറിലാണ് വെക്കുന്നത്, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചോറായി കിട്ടുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയപ്പോൾ ഞാൻ മക്കൾക്ക് ചായ കൊടുത്തു. തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, മീൻകറിയും അപ്പം കൂടിയാണ് കഴിക്കുന്നത്. അപ്പോഴേക്ക് ചിക്കനൊക്കെ ഐസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കനും ഫിഷൊക്കെ കൊണ്ടുവന്നാൽ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചതാട്ടോ. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പരിപ്പും മുരിങ്ങാക്കായാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനുള്ളതൊക്കെ കുക്കറിലേക്ക് റെഡിയാക്കിയതാണ്. കുക്കറിലേക്ക് ഞാൻ പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളവും മുളകും തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഞാൻ ഒരു 1.5 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാൻ കാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ആ സൈഡിൽ കൂടെ വേഗം റെഡിയാവുമല്ലോ. അപ്പോൾ വേഗം കിച്ചണിൽ നിന്ന് പോകാമെന്നുള്ളതിൽ എല്ലാ പണിയും വേഗം തീർക്കുകയാണ്. ഞാൻ ചോപ്പറിൻ്റെ അകത്തിട്ടാട്ടോ കേബേജൊക്കെ കട്ട് ചെയ്തത്. അതാകുമ്പോൾ പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ. അപ്പോൾ കേബേജ് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കേബേജൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. കേബേജും വലിയുള്ളിയും പച്ചമുളകും തേങ്ങയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുള്ളതായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. 6 ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഞാൻ ഇതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിക്കാറായിട്ട് പതിവ്. ഫ്രീസ് ചെയ്യാറാണ്. ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒരുപാട് ദിവസം കേട് വരാതെ നിൽക്കും. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള തേങ്ങൻ്റെ മുറിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിനൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ മടിയാണല്ലോ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി. നമുക്ക് ഒരുപാട് ദിവസം തേങ്ങ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. പപ്പട വറുത്തതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ കറി വറവിടുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഒരു 3 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വെച്ച ആ ടൈമിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണി എടുക്കാൻ മടിയുള്ള പണി ഇതാണല്ലോ, പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ പാത്രം കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഉള്ളി വേവുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ടൈമിലുള്ള പാത്രങ്ങൾ ആ ടൈമിൽ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ വലിയൊരു ജോലിഭാരം വരില്ല കേട്ടോ. ഇനി ഞാൻ കുറച്ച് മടിയായതുകൊണ്ടാണ് എൻ്റെ സിങ്ക് ഇങ്ങനെ നിറഞ്ഞത്. ഇതുപോലെ സിങ്ക് നിറയാൻ ഞാൻ അനുവദിക്കലില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി വെക്കും, പിന്നെ മടിയായിരിക്കും. നമ്മൾ അടുപ്പത്ത് സവാള വാട്ടാൻ വെച്ചത് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെയുള്ള പണികളൊക്കെ എടുക്കാൻ. അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകും ഇത് കഴിയുമ്പോഴേക്ക്.
നമ്മളിതുപോലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ കൂട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ എത്ര പെട്ടെന്നാലേ നമ്മളെ പണികളൊക്കെ തീരുന്നത്. നമ്മളല്ലെങ്കിൽ പൊളിയല്ലേ സ്ത്രീകളെ, നമ്മളല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആണ്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ കിച്ചണിലെ തിരക്കാലോചിച്ചാൽ പോരെ, എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് ചെയ്യുന്നത്, മക്കളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം നമ്മൾ ആ രാവിലെ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സിങ്കൊക്കെ കഴുകി നല്ല നീറ്റായി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. സിങ്കൊക്കെ അതുപോലെ നീറ്റായി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനമാണല്ലേ. അതിൽ പാത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ദേഷ്യം വരും. ഇതൊക്കെ ഞാൻ കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമ്മളെ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ 3 സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത. ചെറിയ സൈസ് 3 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉപ്പില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടി വന്ന ടൈമിൽ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചറും 1/2 ടീസ്പൂൺ ഗാർലിക്കും കൂടി പേസ്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കാവുന്ന ടൈമിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും അത് കുക്കാവുമല്ലോ. അപ്പോഴേക്കത് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സ്പൂണിന് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് 3 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കറിവേപ്പും അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ ചിക്കൻ കടായി വെക്കാറ്. ഞാൻ നെയ്ച്ചോറൊന്നും വേണമെന്നില്ല, ഞാൻ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ ഞാൻ വെക്കും. അപ്പോൾ എന്നും ചിക്കൻ കറി ആകുമ്പോൾ മക്കൾക്കൊക്കെ ഒരു മടുപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കിയിട്ട് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കും കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ചിക്കൻ കടായി വെച്ചാൽ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഈ റെസിപ്പിയിലൊന്ന് ചിക്കൻ കടായി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കിച്ചൺ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്